ഹലോ ഗായ്സ്, പെട്ടെന്ന് പോകുന്ന ചില യാത്രകളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്മറിയൊക്കെ തരുന്നതില്ലേ. ഞാനും അമ്മയും ഉള്ളത് ട്രിവാൻഡ്രത്താട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന് കുറേ ആയിട്ട് എനിക്കൊരു ആഗ്രഹം കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് പോകണം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞു ഞാനും ഉണ്ട് എന്ന്. രാത്രി ഞാൻ ഇവിടുന്ന് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി 11:30-ക്കാണ് ആലുവയിൽ നിന്ന് ട്രെയിൻ വരുന്നത്. ആ ട്രെയിനിൽ തന്നെ എൻ്റെ അമ്മ 6:30 ആവുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തിയിട്ട് ഞങ്ങൾ AC വെയിറ്റിംഗ് ഹാളാണ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഒരു 3 hours വേണ്ടി എടുത്തത്. പക്ഷേ അവിടെ കുളിക്കാനൊന്നുള്ള വലിയ സൗകര്യം ഇല്ല കേട്ടോ. തൊട്ടപ്പുറത്ത് നോർമൽ വെയിറ്റിംഗ് ഹാളുണ്ട്, പബ്ലിക് വെയിറ്റിംഗ് ഹാള്. ഇവിടെയാണ് കുളിക്കാനും വാഷ്റൂമൊക്കെ ഒരു 3 എണ്ണമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് മാറിയിട്ട് ഇവിടുന്ന് കുളിച്ച് റെഡിയായി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ അമ്മയുടെ നാട്ടുകാരെ മാറാടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നേരെ ഓട്ടോ വിളിച്ചു 45 രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറയാലോ, നമ്മൾ സ്വപ്നം കണ്ടൊരു കാര്യം നമ്മുടെ മുമ്പിൽ കാണുന്ന സമയത്ത് എത്ര സന്തോഷം ഉണ്ടാവും. എനിക്ക് അറിഞ്ഞൂടെ ഈ ഹാപ്പിനെസ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. ഞാനും അമ്മയാണ്. അമ്മ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാട്ടോ. ഞാൻ ശരിക്കും ഇനി ആരെ കാത്തിരിക്കാനാ എവിടെയെങ്കിലും പോകാനൊക്കെ ആയിട്ട്. ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എവിടെയാണെങ്കിലും എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫോൺ ഒട്ടും കയറ്റില്ല കേട്ടോ. ഫോണ്, സ്മാർട്ട് വാച്ച്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും ഇവിടെ അലൗഡ് അല്ല. എല്ലാം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ആറ്റുകാലിലാണ് കേട്ടോ ഈ ഒരു നാരങ്ങാ വിളക്ക് കത്തിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേക വഴിപാടാണ് നാരങ്ങാ വിളക്ക് എന്നുള്ളത്. അപ്പോൾ ആറ്റുകാലിൽ നമ്മൾ തൊഴുത് ഇവിടുന്നും ക്യൂ നിന്ന് നമ്മൾ തൊഴുതൊക്കെ ചെയ്തേരെ പിന്നെ നേരെ തിരിച്ചു പോകാനുള്ളതാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാലിലും 2 സ്ഥലത്തും തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രത്യേക വഴിപാട്. ഞാനും അമ്മയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഫാൻ കണ്ടോ, ഞാൻ നല്ല അട്രാക്റ്റീവായിരുന്നു ഈ ഫാനിൽ. ഇവിടെ വരി നിൽക്കുന്നതാണെങ്കിലും എൻ്റെ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ളൊരു സാധനം ഈ ഫാനായിരുന്നു. വലിയ ഫാനാണ് ഇവിടെ. പിന്നെ ഞാൻ ഇവിടെയാണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തത്. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ളൊരു സ്പേസാണിത്. അപ്പോൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാനും അമ്മയും ക്യൂവിൽ നിൽക്കുന്ന ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ കഴിച്ച മീൽസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് കഴിക്കാം, ബിരിയാണി ഇവിടുത്തത് മറ്റുള്ളവർ കഴിക്കുന്നത് നമ്മൾ കാണുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മീൽസ് നല്ലതായിരുന്നു. തിരിച്ച് പോവുകയാണ് MGR സെൻട്രൽ എന്ന് പറഞ്ഞ ട്രെയിനിൽ.